മഹേന്ദ്രൻ. നമ്മൾ തുടങ്ങിയിട്ട് 30-35 കൊല്ലമായി ഞാൻ തുടങ്ങിയിട്ട്. ഇവിടെ വന്നിട്ട് 42 കൊല്ലമായി. ഞാൻ വന്നിട്ട് ഒരു 5-6 വർഷത്തിൽ തുടങ്ങിയതായിരുന്നു. അതിനു മുമ്പ് അച്ഛനൊക്കെ ഞാൻ 13 വയസ്സിൽ തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞല്ലോ 35 കൊല്ലം കഴിഞ്ഞു ഇത് തുടങ്ങിയിട്ട്. നമ്മൾ ഡിസൈൻ എടുക്കുന്നത് ഇവിടെ ഒരാളുണ്ട് എടുത്തു കൊടുക്കാൻ. ആ ഡിസൈൻ എടുത്തിട്ട് ആ സാധനം നിങ്ങൾ തമിഴ്നാട് കൊടുത്തയക്കണം. ഒരു ഡിസൈൻ അട്ട ഉണ്ടാക്കാൻ. അട്ടയില്ല ഈ സാധനം തമിഴ്നാട് കൊടുത്താൽ ആ ഡിസൈൻ അങ്ങനെ ഉണ്ടാക്കി വരും. ഡിസൈനാണ് നമ്മൾ ഇതിൽ വരച്ചു കൊടുക്കണം. ആ ഡിസൈൻ അവർ ഉണ്ടാക്കി തരും. ഈ മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഡിസൈൻ വരും. പൂക്കളെങ്കിൽ പൂക്കൾ, ഒരു മയിലെങ്കിൽ മയിൽ വരും, മാങ്ങ ഏതെങ്കിലും ഒന്ന്. നമ്മൾ കൊല്ലം ഒരു ഡിസൈൻ മാറ്റല്ലേ. ഒരേ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കടക്കാർ എടുക്കില്ല, നമ്മുടെ കസ്റ്റമർ എടുക്കില്ലല്ലോ. ഇപ്പോൾ ഞങ്ങൾ ഡിസൈൻ മാറ്റിക്കൊണ്ടിരുന്ന കസ്റ്റമറിന് ഡിസൈൻ ഇഷ്ടപ്പെടില്ല. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, കുറേ കാലത്തിന് മുമ്പ് ഡബിളും സെറ്റ് മുണ്ടുകളും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മെഷീനൊന്നും ഇല്ല. ഈ മുകളിലത്തെ ഡിസൈൻ ഇടുന്ന മെഷീനില്ലേ, അതൊന്നും ഇല്ല. അപ്പോൾ പ്രിൻ്റേ ഇല്ല. ഈ സാധനം നമ്മൾ കോർത്തെടുക്കുന്നതാണ് ഈ സാധനം ഡിസൈൻ. ഇപ്പോൾ ഇടയ്ക്ക് വന്ന ഒരു 10-20 കൊല്ലം ഉണ്ടാവും ഈ സാധനം വന്നിട്ട്. ഈ സാധനം നമുക്ക് ഈ കസവില്ലേ, ഈ സാധനം വന്നിട്ട് നമുക്ക് സൂറത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഈ നൂലൊക്കെ നമുക്ക് സേലത്തിൽ നിന്നാണ് വരുന്നത്. അത് കസവിന് വന്ന് 500-600 ഉണ്ട് കസവിന്. പിന്നെ ഈ പാവിന് വന്നിട്ട് 1500 ഉണ്ട്. നമുക്ക് മെറ്റീരിയലിനൊക്കെ നല്ല വിലയുണ്ട്. എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ മുതലാളിമാരുടെ അടുത്തുണ്ടാവും. ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് 6 സാരി ഒരു പാവിൽ 6 സാരി വിത്ത് ബ്ലൗസ് അടക്കം 6.25 മീറ്റർ 6 സാരി. ഇവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് മുണ്ടാണ്, ഡബിൾ മുണ്ടാണ്. അത് കഴിഞ്ഞിട്ട് സെറ്റ് മുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സാരി വന്നത്. മുമ്പ് ഉണ്ടാക്കിയത് അതെന്നെ പറഞ്ഞില്ല, ഡബിൾ മുണ്ട്. അത് കഴിഞ്ഞിട്ട് സെറ്റ് മുണ്ടൊക്കെ വന്നു. സെറ്റ് സാരി, സെറ്റ് മുണ്ട് വരെയില്ല. അത് കഴിഞ്ഞിട്ടാണ് സാരി വന്നത്. ഡിസൈൻ സാരിയൊക്കെ വന്നിട്ട് ഒരു 10-15 കൊല്ലമായിരുന്നു. നല്ല ഡിസൈൻ വർക്കുള്ളതൊക്കെ വന്നിട്ട് ഈ ടിഷ്യൂ സാരി ഇങ്ങനെയൊക്കെ പറയല്ലേ, അതൊക്കെ നല്ല വർക്കുള്ള സാരിയൊക്കെ വന്നിട്ട് ഒരു 15 കൊല്ലം ഉണ്ടാവും. അതിന് മുമ്പൊക്കെ സാധാരണ നമ്മൾ ഒരു സാധാ സാരിയാണ്, വലിയ ഡിസൈനൊന്നും ഉണ്ടാവില്ല, ചെറുതായിട്ടുണ്ടാവും. ചെയ്യുന്നത് നമ്മുടെ ആൾക്കാർ തന്നെ. നമ്മുടെ ദേവാംഗ ചെട്ടിയാർമാരെ ഈ നെയ്ത്ത് നെയ്യല്ലോ തെരുവിൽ ഫുള്ളായിട്ട് അവർ തന്നെ. 10,000-1500 കുടുംബങ്ങൾ മുകളിലുണ്ട്. നമ്മൾ മാത്രമേ ഈ വർക്ക് നമ്മൾ ചെയ്യുന്നത്. ദേവാംഗ ചെട്ടിയാർ കന്നഡ തന്നെ, ഫുൾ കന്നഡം. ഫുൾ കന്നഡം നമ്മുടെ ആൾക്കാരൊക്കെ. വിദ്യാഭ്യാസം മലയാളമാണ് പഠിക്കണതൊക്കെ, നമ്മുടെ ഭാഷ കന്നഡം. അവര് നമ്മുടെ ആൾക്കാരല്ല, നമ്മൾ ദേവാംഗ ചെട്ടിയാർ. അവർ തെലുങ്ക് ചെട്ടിയന്മാരാണ്, തെലുങ്ക് സംസാരിക്കുന്നത് ആ ചെട്ടിയന്മാരെ. ഇവിടെ ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ ആക്കപ്പുറം, തിരുവില്ലാമല ആക്കപ്പുറമുണ്ട്. പിന്നെ ഈ എരവത്തൊടി ഉണ്ട്. അവർ നെയ്ത്തന്നെ. അവിടെ ആക്കപ്പുറം നെയ്ത്തില്ല, എരവത്തൊടി നെയ്ത്തുണ്ട്. നമ്മുടെ ഈ ദേവാംഗ ചെട്ടിയന്മാരല്ല, നമ്മൾ കന്നഡ ആൾക്കാരില്ല, അവർ നെയ്ത്ത് മാത്രമുള്ളൂ. നെയ്ത്തും പിന്നെ ഈ കടകളൊക്കെ ഉണ്ട്, കച്ചവട കടകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഫെബ്രുവരി മാസം ദൈവപൂജ എന്ന് ഒരു ഇത് വയ്ക്കും. ആ പൂജയാണ് നമുക്കൊരു മെയിൻ ഉത്സവം. 3 ദിവസം. അതിന് അന്നദാനം എല്ലാം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ഉത്സവം. 2 അമ്പലത്തിൽ നിന്ന് ദൈവത്തിനെ പുഴയ്ക്ക് കൊണ്ടുപോകും. അത് നമ്മൾ ദൈവത്തിനെ പുഴയിൽ കൊണ്ടുപോയിട്ട് കാലത്ത് നേരത്തെ പുലർച്ചെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചിട്ട് ഒരു തേര് വെച്ചിട്ട് ഫുള്ളായിട്ട് തേരിൽ ദൈവത്തിനെ വെച്ചിട്ട് അമ്പലത്തിൻ്റെ ഒക്കെ ചുറ്റി വരും. അതേപോലെ വൈകിട്ട് അതേപോലെ തന്നെ. പിന്നെ പിറ്റേ ദിവസം തെരുവിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ദൈവത്തിനെടുത്ത് അങ്ങനെ ചുറ്റി. ആ ദൈവത്തിനെ പുഴയിൽ നിന്ന് വിളിച്ചിട്ട് വരുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരും, തേരിൽ വെച്ച് കൊണ്ടുവരുമ്പോൾ ഈ കത്തി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ആൾക്കാർ ആണുങ്ങൾ അതിടും. അതിട്ട് ചോരൊക്കെ വരുന്നത് കണ്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിനെ ഒരു ഉറക്കം വെച്ചിട്ട് വിളിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ ഒപ്പം തന്നെ വരും. അങ്ങനെ ഒരു ആചാരത്തിലാണ് അത് ചെയ്യുന്നത്. അത് ഇപ്പോൾ തൊട്ടുള്ള കുറേ കാലത്തിന് മുമ്പ് തൊട്ട് അങ്ങനെയാണ്. രാവിലെ ഉണ്ട്, അതുപോലെ വൈകിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ പുലർച്ചെ ഒരു 5 മണിക്ക്, 4-5 മണി തൊട്ട്
വൈകിട്ട് അതേപോലെ ഒരു 5 തൊട്ട് 7 മണി വരെ ഉണ്ടാവും. നെയ്ത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അച്ഛൻ്റെ മുത്തച്ഛൻ്റെ കാലത്ത് നിന്ന് അങ്ങനെ തുടങ്ങണതല്ലേ. അപ്പം ഇവിടെ നിന്നല്ലാത്ര ഈ കൊച്ചു രാജാക്കന്മാർ നമ്മൾ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നത്ര നമ്മുടെ ആൾക്കാരിന് അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തുടക്കത്തിൽ കുത്താമ്പളി എന്ന് പറഞ്ഞ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഒരു 10 കൊല്ലത്തിന് മുമ്പുള്ളത് ഇപ്പോൾ ഒരു 10% ഉള്ളൂ. 100% ഉണ്ടായ ഗ്രാമമാണ്. 1000 തരികളൊക്കെ ഉണ്ടായിരുന്ന ഈ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. സൊസൈറ്റിയിൽ 500 തരികളൊക്കെ നെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു 10-50 തരിയാണ് നെയ്യുള്ളൂ. അത്രയും കുറവായി. തെരുവിൽ അത്ര തരികൾ 2000 തരിയൊക്കെ നെയ്തുണ്ടായിരുന്നു. 1000-2000 ഒക്കെ. പക്ഷെ ഇപ്പോൾ ആലോചിച്ച് കണ്ടില്ലേ 200 തരി എന്തല്ലോ. ഇതൊരു 2-3 കൊല്ലം കൂടി കഴിഞ്ഞാൽ അങ്ങനെ കുറഞ്ഞു. ഈ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട്. അവർ മാത്രമേ ഈ പണി എടുക്കുള്ളൂ. വരുന്ന ചെക്കന്മാർ നമ്മുടെ ചെക്കന്മാരൊന്നും ഇതിൽ ഇടപെടില്ല. നമുക്ക് വളരെ ഇഷ്ടമാണിത്. നമുക്കിത് വേറെ എന്ന് പറഞ്ഞാൽ വേറെ നിങ്ങൾക്ക് തൊഴിലൊന്നും അറിയില്ല. കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന് നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പോൾ നെയ്ത്ത് കുഴപ്പമില്ല. നമുക്ക് കഷ്ടപ്പാടുണ്ട്, നെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നെയ്യണമെങ്കിൽ വീട്ടുകാർ പണിയെടുക്കണം. ഈ സാധനം ഉണ്ടാക്കി തരണം, കസവ് ചുറ്റണം, കണ്ടിക്ക് ചുറ്റു കൊടുക്കണം. ചുറ്റു കൊടുത്തിട്ടേ ഞാൻ നെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് നമ്മൾ നെയ്യാൻ പറ്റില്ല. വീട്ടുകാർ പണിയെടുത്ത് കൊടുത്താലേ നമ്മൾ നെയ്യാൻ പറ്റുള്ളൂ. തിരിവുകളുള്ള നാട്ടുവഴി പിന്നിടുമ്പോൾ വീടുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന തറികളുടെ ഇമ്പമുള്ള താളം കുത്താമ്പള്ളി എന്ന ഈ ഗ്രാമത്തിനുണ്ട്. പക്ഷേ മാർക്കറ്റിൽ നിന്ന് വലിയ വിലയ്ക്ക് വിൽക്കപ്പെടുന്നുവെങ്കിലും ഇതിൻ്റെ കൂലി പോലും ലഭിക്കുന്നില്ല എന്ന പരാതിയുണ്ട് ഈ ഗ്രാമത്തിന്. 2000-ഓളം തറികളുണ്ടായിരുന്നത് ഇപ്പോൾ 200-ഓളമായി ചുരുങ്ങി. പുതിയ തലമുറ ധൈര്യപൂർവം ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. ഈ കാരണത്താൽ നെയ്ത്ത് സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന അവസ്ഥയായി. സമർപ്പണവും കരുതലും ഇഴചേർത്ത് ഒരു ഗ്രാമം തീർക്കുന്ന ഓണക്കോടിയെ വാരിപ്പുണർന്ന് അവരുടെ വിയർപ്പിനും അധ്വാനത്തിനും നമുക്ക് ഉത്തരം നൽകാം. ഒപ്പം ഇഴ പിരിയാതെ നിൽക്കാം കുത്താമ്പള്ളിയുടെ കൈത്തറി താളത്തിനൊത്ത്.